നീണ്ട കഥ പറഞ്ഞ ശേഷം എപ്പോഴത്തെയും പോലെ ഇന്ന് റിയലൈസ് ചെയ്തു വലിയ പുരോഗമനമൊന്നും ഇല്ലാന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറി കയറ്റി സൂര്യൻ പോകാനായപ്പോഴാണ് ഇന്ന് കുറെ പ്ലാൻസ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ബോധം വന്നത്. പിന്നെ ഹൈദരാബാദ് വന്നിട്ട് ചാമിനാർ പോയില്ലെങ്കിൽ മോശമല്ലേ? അത് ഇവിടുത്തെ മൾബറി മലായി ബക്കറ്റ് ലിസ്റ്റ് ഉള്ളപ്പോ ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയണേ എന്ത് ശരിയാലേ? കാരണം നമ്മുടെ പഴയ കൂട്ടുകാരോട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അന്ന് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നൊരു കാലത്തിന്റെ അതേ വൈബ് റിഫ്ലക്ട് ചെയ്യാണ്. ഈ സ്ട്രീറ്റ് ഫുഡ്സും അവിടുത്തെ വൈബും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐ പ്രിഫർ ഓവർ കോംപ്ലക്സസ്. എന്നാലും നമ്മുടെ കറന്റ് ലൈഫ് സ്റ്റൈലിനെ ഇതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു പേടി എവിടേക്ക് വന്നു തുടങ്ങി. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കിട്ടിയാൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു കംപ്ലീറ്റ് തെറാപ്പി സെഷൻ എടുത്ത ഒരു ഫീലും ഉണ്ട്. ചാമനാന്റെ തിക്കിലും തിരക്കിലും ഒഴുകിയിട്ട് കുറച്ച് ഫുഡും കഴിച്ച് ഷോപ്പിംഗ് നടത്തിയിട്ട് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. നമ്മുടെ പ്ലാനൊന്നും പണ്ടേ നടക്കാറില്ലല്ലോ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് സെക്രട്ടേറിയറ്റിന്റെ ലൈറ്റും ആർഭാടങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിർത്തി 2 കടലയും വാങ്ങിച്ച് ലേക്ക് സൈഡിൽ കൂടെ കഥ പറഞ്ഞും കുരുത്തക്കേട് കാണിച്ചു അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കിട്ടുന്ന എല്ലാം അകത്താക്കിയിട്ട് കുസൃതികളൊക്കെ കാണിച്ച് കുറെ ഫോട്ടോയും എടുത്തിട്ട് നമ്മൾ ഫാമിലി തിരിച്ചു പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ നിങ്ങളെ മിസ് ചെയ്യണ നിങ്ങളുടെ കോളേജിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്?